ഹായ് ഫ്രണ്ട്സ്, CUET UGയുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. മാർച്ച് ലാസ്റ്റ് ഡേ വരെയും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുവരെയായിട്ടും രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. കൂടുതൽ പേപ്പേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുക താല്പര്യമുള്ളവർ. അതുപോലെ തന്നെ കീം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ സമയമുണ്ട്. ഏപ്രിൽ 17 വരെ, ഇന്നലെ മുതൽ തുടങ്ങി ഏപ്രിൽ 17 വരെ സമയമുണ്ട്. കീം 2024 ഏപ്രിൽ 17 വരെയാണ് സമയം. പ്രത്യേകം ശ്രദ്ധിക്കുക. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് കീം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് മുഖേന 2024 മാർച്ച് 27 മുതൽ ഏപ്രിൽ 17 വൈകിട്ട് 5 മണി വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകരുടെ SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റ്, ജനനത്തീയതി, നേറ്റിവിറ്റി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ, ഒപ്പ് എന്നിവ 2024 ഏപ്രിൽ 17 അപേക്ഷയോടൊപ്പം ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. വിവിധ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിന് 2024 ഏപ്രിൽ 24 വൈകുന്നേരം 5 മണി വരെയും അവസരമുണ്ടാകും. അപേക്ഷകരുടെ അക്നോളജ്മെൻറ്റ് പേജിൻ്റെ പകർപ്പോ മറ്റ് അനുബന്ധ രേഖകളോ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലേക്കൊന്നും അയക്കേണ്ട കാര്യമില്ല. അതായത് അപേക്ഷയുടെ ഒന്നും അപേക്ഷകർ ഓഫീസിലേക്ക് ഹാർഡ് കോപ്പി ആയിട്ട് അയക്കേണ്ട. ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. അപേക്ഷകന് ഏതെങ്കിലും ഒരു കോഴ്സിനോ എല്ലാ കോഴ്സിലേക്കുമോ ഉള്ള പ്രവേശനത്തിന് ഒരു ഓൺലൈൻ അപേക്ഷ മാത്രമേ സമർപ്പിക്കേണ്ടതുള്ളൂ. അതായത് എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ എല്ലാത്തിനും കൊടുക്കുന്നവരാണെങ്കിലും ആപ്ലിക്കേഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന്. കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ, അതായത് ഏപ്രിൽ 17 കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തുന്ന നീറ്റ് UG പരീക്ഷ എഴുതി യോഗ്യത നേടേണ്ടതുമാണ്. അതായത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്കും അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അതേസമയം നീറ്റ് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അവർ. എന്നിട്ട് നീറ്റ് എക്സാം എഴുതണം. കേരളത്തിലെ ആർക്കിടെക്ചർ കോഴ്സിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഒപ്പം, അതായത് ആർക്കിടെക്ചർ കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ, അതായത് COA നടത്തുന്ന NATA 2024 പരീക്ഷ എഴുതി യോഗ്യത നേടേണ്ടതാണ്. ആർക്കിടെക്ചർ കോഴ്സിന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ NATA എക്സാം എഴുതേണ്ടതാണ്. ഒപ്പം ആപ്ലിക്കേഷൻ ഇതിൻ്റെ കൂടെ തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, NATAയ്ക്കും +2 മാർക്ക് പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് കിട്ടാനുള്ള സാധ്യത +2 വിദ്യാർത്ഥികൾക്ക് വളരെ കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റ് അഡ്രസ്സിൽ ഡീറ്റെയിൽ ആയി കയറി ചെക്ക് ചെയ്ത് നോക്കാം. www.ce.kerala.gov.in എന്നാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ മെഡിക്കൽ അനുബന്ധ, ഫാർമസി, ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ അവസരം ഉപയോഗപ്പെടുത്താം. മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി എക്സാം എഴുതേണ്ട, നീറ്റ് എഴുതിയാൽ മതി. അത് ലിങ്ക് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ. ഫാർമസിക്കും എഞ്ചിനീയറിങ്ങിനും സെപ്പറേറ്റ് എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്ക് NATA എക്സാം, അതായത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ COA നടത്തുന്ന NATA എക്സാമും എഴുതിയിരിക്കേണ്ടതാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇക്കാര്യം ഓർമ്മപ്പെടുത്തുക.